ഹായ്, കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുവാണെങ്കിൽ പാനിപ്പൂരി ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് പാനിപ്പൂരി ഉണ്ടാക്കാമെന്ന്. പാനിപ്പൂരി തിന്ന ഒരു കൊതി പോലെ. അപ്പം ഞാൻ വെച്ചു എനിക്ക് പാനിപ്പൂരി ചെയ്യാം. ഇന്നലെ അതിനുള്ള സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. പാനിപ്പൂരിയിൽ ഉപയോഗിക്കുന്ന ആ വെള്ളം നമുക്ക് ആദ്യം ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, കാര്യം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു കഷ്ണം ഇഞ്ചി. അപ്പം ഇത് കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ പുതിനയും മല്ലിയിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. എൻ്റെ മിക്സി ഇച്ചിരി കംപ്ലൈൻ്റ്, അതാ ചതഞ്ഞ് അടക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറ് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ച് എൻ്റെ കുരു കളഞ്ഞിട്ട് പിഴിഞ്ഞിലേക്ക് ഒഴിക്കാം. ഇത് ചാറ്റ് മസാലയാണ്. നമുക്ക് കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ചാറ്റ് മസാല ആകുമ്പോൾ അതിൽ ഉപ്പെല്ലാം ഉണ്ടല്ലോ, റോക്ക് സാൾട്ടൊക്കെ ചേർന്ന് അതിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ചാറ്റ് മസാലയിൽ. ചാറ്റ് മസാല ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ എരിവ് കൂടും. ഇപ്പം ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരെ പാകം പോലെ രുചിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എരിവ് ഉപ്പൊക്കെ ഓരോരുത്തരുടെ പാകം വ്യത്യാസം ഉണ്ടാവുമല്ലോ. പാനിപ്പൂരിക്ക് ഉപയോഗിക്കുന്ന ആ ബോളില്ലേ, അതുണ്ടാക്കുന്ന സാധനമാണിത്. ഇത് ബീഹാറിൽ നിന്ന് എൻ്റെ നെയ്ബർ വന്നപ്പോൾ കൊണ്ടു തന്നെയാണ്. കുറേ ദിവസമായി കൊണ്ടു തന്നിട്ട്. അപ്പം ഇത് നമുക്ക് പൊരിച്ചെടുക്കണം ആദ്യം. അതിനായിട്ട് ആദ്യം ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടേ നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതുണ്ട നമ്മുടെ ആ പാനിപ്പൂരിയുടെ ബോൾസ് റെഡിയായി വരുന്നത്. ആഹാ, ഇത് സാധാരണ ഇവിടെ മേടിക്കുക പതിവ്. ഇതിപ്പോൾ അവളത് കൊണ്ടു തന്നപ്പോൾ എനിക്ക് പിന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്ത്. പാനിപ്പൂരിയുടെ ഫില്ലിങ്ങിനായിട്ട് നമ്മൾ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്. കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ അതിനകത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഹൽദിറാമിൻ്റെ ഭുജിയ സേവാണ്. നമ്മുടെ സാദാ സേവ് മേടിക്കാനായിട്ട് എറണാകുളത്തേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത് കടയിൽ നിന്ന് കിട്ടുന്നത് ഇതായിരുന്നു. അപ്പോൾ ഇത് മേടിച്ചു. അങ്ങനെ തിന്നുണ്ടോ? തരാം, കയറി. അങ്ങനെ നമ്മുടെ പാനിപ്പൂരിക്ക് വേണ്ട സംഭവങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിങ്ങനെ പൊട്ടിക്കാം. നല്ല ക്രിസ്പിയാണ്. ഇതിങ്ങനെ ഒരു 3-4 എണ്ണം പൊട്ടിച്ച് വയ്ക്കാം.
അത് പൊട്ടിക്കണ്ടേ, പൊട്ടിച്ചോളാം. അതെടുത്ത് ഇവിടെ വെച്ചാൽ ഇനി ഇതിനകത്ത് നമുക്ക് ആദ്യം മസാല കുറച്ച് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഇതിങ്ങനെ മുക്കി അതിനകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മസാലയൊക്കെ അതി വീഴും. ബാക്കി ഉണ്ട് എടുത്ത് വയ്ക്കാൻ പറ്റൂല. ഇപ്പം സംഭവം സെറ്റായിട്ടുണ്ടേ. ഇതിനെ നമുക്കിങ്ങനെ തിന്നാം. അതിൻ്റെ എരിവുണ്ടേ, ചാറ്റ് മസാലയുടെ എരിവുണ്ട് അത്യാവശ്യം. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. നമ്മൾ ഈ വഴിയിലൊക്കെ വിൽക്കുന്നവരെ ഇത് മേടിക്കുമ്പോഴേ നമുക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടാകത്തില്ല. ഇത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളേ. നമ്മളെ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യത്തിന് തിന്നാമല്ലോ. വേറെ അത് തിന്നുമ്പോൾ അവിടെയൊക്കെ വീഴും. ഇങ്ങോട്ട് വെച്ചിട്ട് തിന്നും, വെള്ളം അവിടെയൊക്കെ വീഴും. അധികം വെള്ളം കുറച്ചേ ഇട്ടുള്ളൂ. അങ്ങനെ വായിക്കകത്തോട്ട് വയ്ക്കണം. നമുക്ക് വീണ്ടും തുറ. കുഞ്ഞു വായും എങ്ങനെയുണ്ട് അതി? അങ്ങോട്ടൊക്കെ പറ. എങ്ങനെയുണ്ട്? അതിക്ക് ഇഷ്ടപ്പെട്ട? അതിക്കട്ടെ എനിക്ക് ചെറുത് തരാം. എരിയുണ്ടോ? ചവയ്ക്ക് അരുമ. അത് തിന്നിട്ട് എല്ലാവരുടെ അടുത്തും പറ, കൊള്ളാവോ കൊള്ളൂലേന്ന്. സൂപ്പറാണ്. ഇത് എല്ലാവരും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ് ചെയ്യാനായിട്ട്, ഭയങ്കര എളുപ്പമാണ്. ഇത് കിട്ടുന്നവരൊക്കെ മേടിച്ചിട്ട് ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റ് അതിന്. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി പുളിയൊക്കെ ഉള്ളതൊക്കെ തിന്നാൻ തോന്നുന്നു. സൂപ്പറാണ്. അങ്ങനെ ഉണ്ടഫ? കൊള്ളാം. സൂപ്പറാണോ? നല്ല രുചിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.